നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. പ്രണയം എന്ന ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും നിഗൂഢവുമായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ലോകത്ത് ഒരിക്കലെങ്കിലും പ്രണയത്തിൽ അകപ്പെടാത്ത ഒരാൾ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല കേട്ടോ, ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തിനോടെങ്കിലും ഏതിനോടെങ്കിലും പ്രണയമില്ലാത്ത ഒരു ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണ് കേട്ടോ. എന്നാൽ അതേസമയം പ്രണയം അഗ്നി പോലെയാണ് എന്ന് പറയാറുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എല്ലാത്തിനെയും എരിച്ചു കളയാനും അതിനും സാധിക്കും എന്നുള്ളതാണ്. ഈ വൈദ്യുതി അങ്ങനെയല്ലേ? വൈദ്യുതി ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ലല്ലോ. എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഇത്രയും അപകടം പിടിച്ച സംഗതിയും വേറൊന്നുമില്ല. എന്നതുപോലെ തന്നെയാണ് പ്രണയവും. പ്രണയം ഏറ്റവും നിഗൂഢമായ ഒരു മനുഷ്യ വികാരമാണ് എന്ന് പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥ പ്രണയത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ശരീരശാസ്ത്രത്തെക്കുറിച്ചുമാണ്. എന്ന് വെച്ചാൽ പ്രണയവും നമ്മുടെ തലച്ചോറുമായി വലിയ ബന്ധമുണ്ട് എന്നർത്ഥം. നിങ്ങൾക്ക് ഒരാളോട് പ്രണയമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെപ്പറ്റി തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒരാളോട് പ്രണയം തോന്നി തുടങ്ങിയാൽ നിങ്ങളുടെ തലച്ചോറിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഇത്തരത്തിൽ വലിയ അളവിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുവാനും ആ വ്യക്തിയുമായി എപ്പോഴും കണക്റ്റഡായി ഇരിക്കുവാനും തോന്നും. അത് സാധിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി നിങ്ങൾ എന്ത് ചെയ്യും? പ്രണയത്തെ വർദ്ധിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ തുടങ്ങും. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനുള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. കാരണം തലച്ചോറിലെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എപ്പോഴും നിങ്ങളെ ലോജിക്കലി ചിന്തിക്കുവാനും തീരുമാനമെടുക്കാനും ക്രിറ്റിക്കലായി ചിന്തിക്കാനുമെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അധികമായി ഇത്തരത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ നിരന്തരമായി ഉൽപ്പാദിക്കപ്പെട്ട് കഴിയുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഭാഗം ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി താൽക്കാലികമായി ഒരു മായാലോകത്ത് എത്തിച്ചേരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് പ്രണയത്തിന് കണ്ണും മൂക്കും കാതുമൊന്നുമില്ല എന്ന് പൊതുവെ പറയാറുള്ളത്. നമ്മുടെ വിവേചന ബുദ്ധി നഷ്ടപ്പെടുകയും വീണ്ടും വിചാരമില്ലാതാവുകയും വിവേകം നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സാഹസികതയും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്ന് വെച്ചാൽ ഒരുതരം ആർത്തി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പഠനങ്ങൾ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ അഗാധമായ പ്രണയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ആ വ്യക്തി ഉണർന്നിരിക്കുന്ന 90% സമയവും മറ്റേ വ്യക്തിയെപ്പറ്റി മാത്രമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയേ കൊണ്ടുപോവുകയുള്ളൂ എന്നതാണ്. ലോകത്ത് നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും ബോധങ്ങളും മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ വന്നു ചേരും. നിങ്ങൾ ഇടയ്ക്ക് വാർത്തകളൊക്കെ കേട്ടിട്ടില്ലേ? 24 വയസ്സുള്ള യുവാവ് 48 വയസ്സുള്ള യുവതിയുമായി ഒളിച്ചോടി എന്നൊക്കെ. അല്ലെങ്കിൽ കാമുകന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി യുവതി ഭർത്താവിനെയും സ്വന്തം മക്കളെയും വിഷം കൊടുത്തു കൊലപ്പെടുത്തി, സ്വന്തം കുഞ്ഞിനെ കടൽ തിട്ടയിൽ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നൊക്കെ. അതിൻ്റെയൊക്കെ കാരണം ഇതാണ് എന്നുള്ളതാണ്. ഇതിനെയൊന്നും തിരിച്ചറിയാനോ വിവേചിച്ചറിയാനോ ഉള്ള ശക്തി, ബുദ്ധി നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൽ മറ്റൊരു ഹോർമോണായ ഡോപ്പാമിൻ്റെ ഉൽപ്പാദനം കൂടി തുടങ്ങും. ഇതൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എന്നർത്ഥം. അതിനുശേഷം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഈ ഡോപ്പമിൻ വേണമോ അഥവാ നല്ല മൂഡ് വേണം എന്ന് തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ആ വ്യക്തിയെ കാണാനും ഇടപഴകാനും സംസാരിക്കാനും ഒക്കെയുള്ള ത്വര കൂടി വരും എന്നർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിലെ ഡോപ്പമിൻ റിലീസ് ചെയ്യിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു എന്നർത്ഥം.
എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയം നിങ്ങളെ അന്ധമാക്കാൻ തുടങ്ങും. അപ്പോൾ അവർ പരസ്പരം ഏതൊക്കെ രീതിയിൽ തൻ്റെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും, എങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്ത് വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയൊക്കെ മാത്രമായിരിക്കും ചിന്തിക്കുക. അത്തരമൊരു സാഹചര്യത്തിലാണ് എന്ത് കടുങ്കയും ചെയ്യാൻ പരസ്പരം തയ്യാറാവുകയും അതിൽ ചതിയുടെ ഉദ്ദേശം വെച്ച് മറ്റേയാളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ മനസ്സിലുറച്ചു നടക്കുന്ന ഫ്രോഡുകൾ ഇവരെ പല വിധത്തിലും ചൂഷണം ചെയ്യുകയും സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ കവർന്നെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ചതി മനസ്സിലാക്കാനുള്ള ബുദ്ധി മറ്റേയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായതിനാൽ മറ്റേയാൾ പറയുന്നത് എന്തും അതേപടി അനുസരിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ തലച്ചോറിനുള്ളിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ മരവിച്ചിരിക്കുകയായിരിക്കുമല്ലോ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും താൻ വന്ന് അകപ്പെട്ടിരിക്കുന്ന ചതിയുടെ ആഴം മറ്റേയാൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോഴേക്കും തിരിച്ച് കയറാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടു പോയിട്ടുമുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ പരിഹാരം തേടി സഹായം തേടി എന്നെ കാണാൻ വരാറുണ്ട്. എന്ന് വെച്ച് എല്ലാ പ്രണയങ്ങളും അങ്ങനെയാണ് എന്നൊന്നുമല്ല കേട്ടോ. ഇതിനിടയിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രണയങ്ങളും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ അഗാധമായ പ്രണയം ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ബയോ കെമിസ്ട്രി പോലും ഒന്നായി മാറും എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ ഉള്ളിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായി ഡെവലപ്പാകാൻ തുടങ്ങും. പുരുഷന്റെ ഉള്ളിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെയും ഉൽപാദനം കൂടും. ഈ സമയത്ത് നിങ്ങളിൽ വരുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. നിങ്ങളുടെ മുൻപിൽ എല്ലാത്തിൻ്റെയും ഭംഗിയും സൗന്ദര്യവും വർദ്ധിക്കും. അതുവരെ കണ്ടിരുന്ന പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും അങ്ങനെ എല്ലാത്തിൻ്റെയും ഭംഗി 10 മടങ്ങ് വർദ്ധിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും നിങ്ങളുടെ കൺമുൻപിൽ പിന്നെ കാണപ്പെടുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും വേദനകൾ, പ്രതീക്ഷകൾ, ലോകത്തിലെ മര്യാദകൾ, നിയമങ്ങൾ എന്നിവയൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടുകയില്ല. കാരണം നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ എഫക്റ്റ് പൂർണ്ണമായും പണിമുടക്കുകയും ക്രിറ്റിക്കൽ തിങ്കിങ് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഇത് അധികകാലമൊന്നും എല്ലാവരുടെയും ബന്ധം, പ്രണയം നീണ്ടു നിൽക്കുകയില്ല എന്നുള്ളതാണ്. കാലങ്ങൾ കഴിയും തോറും ഈ പ്രണയം വളർന്ന് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറും. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചിട്ടുമുണ്ടാവും. എന്തു തന്നെ സംഭവിച്ചാലും ശരി, മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ പിന്നീട് അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന യാഥാർത്ഥ്യം. കാരണം അതിനെല്ലാം ഒരു ടൈം ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വിമർശിക്കാൻ സാധ്യതയുണ്ട്, എതിർത്തും അനുകൂലിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തീർച്ചയായും പറയുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് സത്യസന്ധമായി സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാം സത്യം. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രണയിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കാം. പരസ്പരം മനസ്സിലാക്കുന്ന നല്ല ലവേഴ്സ് ആയിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. ആ സമയം വരെ തലച്ചോറിൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. ഇത് രണ്ടും ലവ് ബോണ്ടിങ് ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ബന്ധങ്ങളെ പരസ്പരം ഒട്ടിച്ചേർത്ത് നിൽക്കുന്ന ഹോർമോണാണ് ഇത് എന്നർത്ഥം. പരസ്പരം സപ്പോർട്ട് നൽകുവാൻ, വളർത്തുവാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം വീണ്ടും ഒന്നിച്ചു ചേർക്കുന്ന ഹോർമോൺസാണിത്. പരസ്പരം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് വളരെ സേഫായി അനുഭവപ്പെടും. ആ സമയത്ത് നമ്മളുടെ ഫ്യൂച്ചർ എത്ര ഹാപ്പി ആയിരിക്കും എന്നതിനെ പറ്റിയൊക്കെ വാചാലമായി സംസാരിക്കും. ഇങ്ങനെ ഈ സമയത്താണ് റൊമാൻറ്റിക് ലവ് കുറച്ചുകൂടി പക്വതയുള്ള ലവ് ആയി മാറാൻ തുടങ്ങുന്നത്. ഇതും കുറെ കാലം നീണ്ടു നിൽക്കും കേട്ടോ. ഇതും നമ്മളുടെ തലച്ചോറിനുള്ളിൽ ക്യൂരിയസ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുവാൻ തുടങ്ങും. ഇത് നിരന്തരമായി ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ സമയത്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഇതിനെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ പ്രണയത്തിലായിരുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എന്നാൽ ജീവിതം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നേരിടുക എന്നത്, കൈകാര്യം ചെയ്യുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും മനസ്സിലാവും. അതിനായി സമയം കൊടുക്കേണ്ടതായിട്ടും വരും.
അതിൻ്റെയൊക്കെ ഭാഗമായി പലതരത്തിലുള്ള സ്ട്രെസ്സ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ജീവിതത്തിൻ്റെ മറ്റൊരു മുഖവും ഫാക്റ്റും എല്ലാം മനസ്സിലാവാൻ തുടങ്ങുക. അങ്ങനെ വരുമ്പോഴാണ് മെല്ലെ പ്രശ്നങ്ങൾ തുടങ്ങി വരിക. പണ്ടത്തെ അത്ര പരസ്പരം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതേ സമയത്ത് തന്നെ നേരത്തെ പ്രവർത്തനം കുറഞ്ഞിരുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. നിങ്ങളുടെ ക്രിട്ടിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വീണ്ടും തിരിച്ചെത്തും. വ്യക്തി ജഡ്ജ്മെൻ്റലാവാൻ തുടങ്ങും. ഇന്നേ വരെ കാണാത്ത കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ അപ്പോൾ കണ്ടു തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് ശരിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും ഒന്നുകിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ കാലങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ പരസ്പരം പല സ്വഭാവങ്ങളും ഇഷ്ടപ്പെടാത്ത അവസ്ഥ വരും. അത്തരത്തിൽ പല തർക്കങ്ങളും സംഭവിക്കും. അങ്ങനെ പരസ്പരം യോജിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ബന്ധത്തിൽ വിള്ളൽ വീഴും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ അവിടെ ബ്രേക്കപ്പ് ആവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ സഹിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം തള്ളി നീക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അതിശക്തമായ മാനസിക സംഘർഷവും വേദനയും ശാരീരിക വേദനയും ഒക്കെ സംഭവിക്കും. മാനസിക വെല്ലുവിളികൾ നേരിട്ടേക്കാം. പെട്ടെന്നുള്ള ബ്രേക്കപ്പ് ആണ് എങ്കിൽ പാനിക് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഓക്സിറ്റോസിൻ്റെ അളവ് വളരെ കുറയും എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ജീവിതത്തെ ഇതര മാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ മാത്രം ബന്ധിച്ചിടാതെ മറ്റ് കാര്യങ്ങളിൽ കൂടി ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് മറ്റ് കാര്യങ്ങളെ കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ പതുക്കെ നിങ്ങൾക്ക് ആ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. ജീവിതത്തെ വീണ്ടും നോർമലായ അവസ്ഥയിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു ഹീലറുടെ സഹായം തേടേണ്ടതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ പ്രണയിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ബ്രേക്കപ്പായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ബ്രേക്കപ്പ് ആവാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഈ ശരീരത്തിൻ്റെ രസതന്ത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം പ്രണയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാറ്റിനെയും നോക്കി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.